സ്ലൊവേനിയയുടെ തലസ്ഥാനമായ ലുബ്ലിയാനയിലൂടെയുള്ള സഞ്ചാരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ. ലുബ്ലിയാന റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെത്തിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തു തന്നെയാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷനും. സ്ലൊവേനിയയുടെ വിവിധ ഭാഗങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കുമെല്ലാം ഇവിടെ നിന്നും ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. ഏതോ നഗരത്തിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്ന ബസ്സിലേക്ക് ക്യൂ നിന്ന് കയറുന്ന ആളുകൾ. ഇത് വീക്കെൻഡാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇന്ന് നഗരത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ടാവും. ഗ്രാമങ്ങളിലോ അയൽ രാജ്യങ്ങളിലോ ആയിരിക്കും അവരുടെ കുടുംബ വീടുകൾ. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലും നല്ല തിരക്കായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. നേരം 2:45 ആയിട്ടുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാന പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഏറ്റവും ചെറുതാണെന്ന് മനസ്സിലാവുന്നു. സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവിടമാകെ ചൂടാക്കി നിർത്തിയിരിക്കുന്നു. പ്രതീക്ഷിച്ച തിരക്കൊന്നും ഇവിടെയില്ല. സമയം 3 മണിയാവാൻ ഇനിയും 5 മിനിറ്റുണ്ട്. 4 മണിക്കാണ് എനിക്കുള്ള ട്രെയിൻ. ഈ യാത്രയിൽ ടിക്കറ്റൊന്നും ഞാൻ നേരത്തെ എടുത്തു വച്ചിട്ടില്ല. ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകളുടെ അരികിലേക്ക് ചെന്നു. ആളൊഴിഞ്ഞ ഒരു കൗണ്ടറിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ലഭിച്ചു. യൂറെയിൽ പാസിലൂടെ ടിക്കറ്റുകൾ എടുക്കുമ്പോൾ പൊതുവെ നിരക്ക് കുറവാണെങ്കിലും പോയിന്റ് ടു പോയിന്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ യൂറോപ്പിലെ ഇത്തരം രാജ്യങ്ങളിലെല്ലാം നിരക്ക് കൂടുതലായിരിക്കും. വിമാന ടിക്കറ്റിനേക്കാൾ കൂടുതൽ. സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നു. സാമാന്യം തിരക്കുണ്ട്. വീക്കെൻഡിൽ നഗരത്തിൽ നിന്നും സ്വദേശങ്ങളിലേക്ക് മടങ്ങുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നപ്പോൾ ഇവിടമാകെ വിജനമായിരുന്നു. ഇപ്പോൾ റെസ്റ്റോറന്റുകളിലും പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബാറുകളുടെ തിണ്ണയിലുമെല്ലാം ആളുകൾ നിറഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. വിയന്നയിലേക്കുള്ള ട്രെയിനിലാണ് എനിക്ക് പോകേണ്ടത്. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്ന എത്തുന്നതിന് മുൻപുള്ള ഗ്രാസ് എന്ന പട്ടണമാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. ഡിജിറ്റൽ ബോർഡിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഗ്രാസിലേക്ക് പോകുന്ന ട്രെയിൻ എത്തുകയെന്ന കാര്യം അറിയിച്ചിട്ടില്ല. 3:45 വരെയുള്ള ട്രെയിനിന്റെ പൊസിഷൻ മാത്രമേ ഡിസ്പ്ലേ ബോർഡിലുള്ളൂ. കാത്തു നിൽക്കുക തന്നെ. പല പ്ലാറ്റ്ഫോമുകളിലേക്ക് പല ട്രെയിനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ട്രെയിനുകളെല്ലാം യൂറോപ്യൻ നിലവാരമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നു തന്നെ പറയേണ്ടി വരും. ഗ്രാഫിറ്റി എന്നറിയപ്പെടുന്ന ചിത്രവേലകൾ കൊണ്ട് വൃത്തികേടാക്കിയിരിക്കുന്ന ബോഡിയുള്ള ട്രെയിനുകൾ. ഇത്തരം വൈകൃതങ്ങൾ കാട്ടുന്നതിൽ സായിപ്പും പിന്നിലല്ല. അങ്ങനെ നിൽക്കെ 4 മണിക്ക് വിയൻ ബാൻഹോഫിലേക്ക് പോകുന്ന ട്രെയിൻ 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തുമെന്ന അറിയിപ്പ് തെളിഞ്ഞു. 12-ാം നമ്പർ പ്ലാറ്റ്ഫോം ഈ മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗിൽ നിന്നും വളരെ അകലെയാണ്. ഒരു സബ്വേയിലേക്ക് ഇറങ്ങി വേണം അവിടേക്ക് പോകാൻ. സബ്വേ ആകട്ടെ ഈ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേയറ്റത്താണ്. കുറേയേറെ നടക്കാനുണ്ട്. അവിടേക്ക് നടക്കുകയാണ്. 1848 ഏപ്രിൽ 18 പ്രവർത്തനം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനാണിത്. പ്രശസ്തനായ സ്ലൊവേനിയൻ ആർക്കിടെക്ട് മാർക്കോ മുഷിസിന്റെ നേതൃത്വത്തിൽ 1980-ലാണ് ഇന്ന് കാണും വിധം ഇത് പുനർനിർമ്മിച്ചത്. നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാഴ്ച ഇവിടെയുണ്ട്. പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ ബാറുകൾ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെ ബാറുകൾ കൂടി തുടങ്ങിയാലുള്ള അവസ്ഥ എന്താകുമെന്ന രസകരമായ ചിന്തയോടെയാണ് എൻ്റെ നടത്തം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ ഒരറ്റത്ത് ഭൂഗർഭത്തിലെ സബ്വേയിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ കണ്ടെത്തി. എന്നോടൊപ്പം ഈ നടക്കുന്നവരിലേറെയും യുവതിയുവാക്കളാണ്. ലുബ്ലിയാനയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാവാം, ലുബ്ലിയാന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാവാം. യുവാക്കളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ സബ്വേയിൽ ഞാൻ കാണുന്നത്. പ്രായം ചെന്നവർ ഇവിടെ എങ്ങുമില്ല. സബ്വേ ഏതാണ്ട് 1/2 കിലോമീറ്റർ നീളത്തിൽ കിടക്കുകയാണ്. ഇതിൽ നിന്നും പല പല പ്ലാറ്റ്ഫോമുകളിലേക്ക് കയറിപ്പോകാനുള്ള പാതകളുണ്ട്. ലുബ്ലിയാന പൊതുവെ യുവാക്കളുടെ നഗരമാണെന്ന് എനിക്ക് തോന്നി. എവിടെയും കണ്ടുമുട്ടുന്നത് യുവാക്കളെ മാത്രം. ഇപ്പോൾ 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയെത്തിയിരിക്കുന്നു. ഇവിടെ മുഷിഞ്ഞ പഴഞ്ചനായ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ഓരോ പ്ലാറ്റ്ഫോമിലും 2 ട്രെയിനുകൾ വീതം ഉണ്ടെന്നതാണ് കൗതുകകരമായ കാര്യം. രണ്ടും എതിർദിശയിലേക്ക് തിരിഞ്ഞാണ് കിടക്കുന്നത്.
ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിനുകൾ പല വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞുള്ള നേരം മുതൽ സ്ലൊവേനിയയുടെ വിവിധ പട്ടണങ്ങളിലേക്ക് ധാരാളം ട്രെയിനുകൾ പുറപ്പെടുന്നുണ്ട്. നഗരത്തിൽ നിന്ന് പുറത്തേക്ക് ആളുകളുടെ ഒഴുക്ക് വർദ്ധിക്കുന്നത് ഈ സമയത്താണല്ലോ. സ്വന്തം കാറുകൾ വാങ്ങാൻ പ്രോത്സാഹിപ്പിച്ചല്ല, പൊതുഗതാഗത സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചാണ് യാത്രികരുടെ തിരക്കിനെ ഇന്നാടുകളെല്ലാം മറികടക്കുന്നത്. 11-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ തന്നെ 2 ട്രെയിനുകൾ ഒരേ സമയം കിടപ്പുണ്ട്. അതിൽ പടിഞ്ഞാറോട്ടുള്ള ട്രെയിൻ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. 2-3 മിനിറ്റിന്റെ ഇടവേളകളിൽ നിരവധി ട്രെയിനുകൾ കടന്നുപോകുന്നു. മഞ്ഞിന്റെ പുതപ്പിനാൽ ഭാഗികമായി മൂടിക്കിടക്കുന്ന പാളങ്ങളിലൂടെയാണ് അത് പോയി മറയുന്നത്. തൃക്കണ്ണുമായി ദൂരെ നിന്നും ട്രെയിനുകൾ സാവധാനം പ്ലാറ്റ്ഫോമിലേക്ക് വന്നെടുക്കുന്നത് നല്ലൊരു കാഴ്ചയാവുന്നു എനിക്ക്. ട്രെയിനിന്റെ മുന്നിലും വശങ്ങളിലുമെല്ലാം എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു. ഇത് പ്രക്ഷോഭത്തിന്റെ മുദ്രാവാക്യങ്ങളാകണമെന്നില്ല. വിചിത്രമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ് യൂറോപ്പിൽ ട്രെയിനുകൾ. ട്രെയിനിലേക്ക് ആളുകൾ കയറുകയും മറ്റെവിടെ നിന്നോ അതിൽ വന്നവർ ഇറങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. മറ്റൊരു ട്രെയിൻ കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതാണ് ഗ്രാസ് വഴി വിയന്നയിലേക്ക് പോകുന്ന ട്രെയിൻ. അതിൽ എനിക്ക് സീറ്റ് അനുവദിച്ചിരിക്കുന്ന 2-ാം ക്ലാസ് ബോഗിയിലേക്ക് കയറി. ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരിക്കാം. കൃത്യം 4 മണിക്ക് തന്നെ ട്രെയിൻ ലുബ്ലിയാന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിയന്ന ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഇതൊക്കെ ലുബ്ലിയാന നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങളാണ്. ഇവിടേക്ക് വന്ന നേരത്ത് എനിക്ക് ഒട്ടും ആകർഷകമായി തോന്നാത്ത ഒരു നഗരമായിരുന്നു ലുബ്ലിയാന. ഇന്ന് മടക്കയാത്ര നടത്തുമ്പോൾ നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങൾ ഒട്ടും ആകർഷണീയമല്ലെന്ന് ഒരിക്കൽ കൂടി തോന്നിപ്പോകുന്നു. മഞ്ഞു തന്നെയാണ് അതിനൊരു കാരണം. കുമ്മായം വാരി വിതറിയതുപോലെ മഞ്ഞിന്റെ ഒരു പുതപ്പ് നഗരത്തിനു മീതെ വീണ് കിടക്കുന്നു. പുൽത്തകിടിയിലും മരങ്ങളിലും കെട്ടിടമേൽക്കൂരകളിലുമെല്ലാം മഞ്ഞ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെ മുതലും നഗരത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ എത്ര പ്രൗഢമായ നഗരമാണ് ലുബ്ലിയാനയെന്ന് കണ്ടറിയുകയും ചെയ്തു. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ തന്നെ 2-ാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരത ഏറ്റവും അനുഭവിച്ച ഒരു നാടാണ് സ്ലൊവേനിയ. യുദ്ധകാലത്ത് നാസി ജർമ്മനിയും ഫാസിസ്റ്റ് ഇറ്റലിയും പങ്കുവച്ചെടുത്ത രാജ്യമെന്ന പ്രത്യേകതയും സ്ലൊവേനിയയ്ക്കുണ്ട്. മൊത്തം ജനസംഖ്യയുടെ 8% സ്ലൊവേനിയയ്ക്ക് 2-ാം ലോകമഹായുദ്ധത്തിൽ ബലി നൽകേണ്ടി വന്നത്. യുദ്ധത്തിന് മുൻപ് ജർമ്മൻ സ്ലാവിക് ജനവിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. യുദ്ധകാലത്ത് സ്ലാവിക് ജനത നാടുകടത്തപ്പെടുകയോ കൂട്ടക്കൊല ചെയ്യപ്പെടുകയോ ഉണ്ടായി. യുദ്ധം കഴിഞ്ഞ വേളയിലാകട്ടെ ജർമ്മൻ സംസാരിക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് ഗവൺമെന്റ് സേന തന്നെ വകവരുത്തുകയും ചെയ്തു. എന്റെ സഹയാത്രികരിൽ ചിലർ മൊബൈൽ ഫോണിൽ കളിക്കുന്നു, ചിലർ മയങ്ങുന്നു. ഇതൊക്കെയാണ് ട്രെയിനകത്തെ കാഴ്ച. ഇവരുടെ നേരെ ക്യാമറ തിരിക്കാൻ എനിക്ക് തെല്ലുഭയമുണ്ട്. അനുവാദമില്ലാതെ ക്യാമറയിൽ പകർത്തുന്നത് ഒരു മര്യാദകെട്ട പണിയുമാണ്. ട്രെയിൻ ലുബ്ലിയാന നഗരം പിന്നിട്ടിരിക്കുന്നു. വിജനമായ നിരന്ന പാടങ്ങൾ മഞ്ഞിന്റെ പുതപ്പണിഞ്ഞങ്ങനെ കിടക്കുന്നു. അതിന്റെ അതിരുകളിൽ മരക്കൂട്ടങ്ങൾ, ഇടയ്ക്ക് ചെറു വ്യവസായശാലകൾ. ലുബ്ലിയാനയുടെ പ്രാന്തഭാഗങ്ങളിലെ കാഴ്ചകളാണിതെല്ലാം. ഏതാനും ദിവസം മുൻപ് ഞാൻ ലുബ്ലിയാനയിലേക്ക് പോകുമ്പോൾ ഈ ഗ്രാമങ്ങളുടെ ഒന്നും കാഴ്ചകൾ ലഭിച്ചിരുന്നില്ല. രാത്രിയിലായിരുന്നു ആ യാത്ര. അതുകൊണ്ടാണ് ഈ മടക്കയാത്രയിൽ ഗ്രാമങ്ങളും അവിടുത്തെ കാഴ്ചകളും ചിത്രീകരിക്കുന്നത്. ഇരുട്ടിന്റെ ലോകത്ത് ചെറുദീപങ്ങൾ കാണുന്ന ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടാണ് ലുബ്ലിയാനയിലേക്കുള്ള യാത്രയിൽ ഞാൻ ഈ ഓരോ ഗ്രാമവും കണ്ടത്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. ഇപ്പോൾ ട്രെയിൻ ലുബ്ലിയാന സലോഗ് എന്ന പട്ടണത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ലുബ്ലിയാനയുടെ ഒരു ഉപഗ്രഹ പട്ടണമാണ് സലോഗ്. ലുബ്ലിയാനിക്ക നദിയെ മുറിച്ചു കടന്നു. ലുബ്ലിയാന നഗരത്തിൽ ഒരു ചെറു കനാൽ പോലെ കണ്ട നദിയാണത്. ഇവിടെ എത്തുന്നതോടെ അത് വീതിയേറിയ ഒരു ഒത്ത നദിയായി മാറുന്നു. കുറച്ചുകൂടി ചെല്ലുമ്പോൾ ലുബ്ലിയാനിക്ക നദി സാവ നദിയിൽ സംഗമിക്കും. ഈ മേഖലയിലെ പ്രമുഖമായൊരു നദിയാണ് സാവ. അതാകട്ടെ ഡാന്യൂബിലാണ് ചെന്നു ചേരുക. രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങുന്നതിനു മുൻപ് തന്നെ യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു സ്ലൊവേനിയ. വംശീയതയുടെയും ദേശീയതയുടെയും പേരിൽ എന്നും പരസ്പരം പോരടിച്ചിരുന്ന സ്ലാവുകളും ക്രൊയാട്ടുകളും സെർബുകളും ചേർന്ന് ഒറ്റ രാജ്യമാവുകയായിരുന്നെന്നും പറയാം. കിങ്ഡം ഓഫ് സെർബ് ക്രൊയാട്ട് സ്ലൊവീൻ എന്നാണ് ആദ്യകാലത്ത് ആ രാജ്യം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ സെർബുകളും ക്രൊയട്ടുകളും തമ്മിലുള്ള രക്തരൂഷിത പോരാട്ടങ്ങൾ തുടർക്കഥയായപ്പോൾ അലക്സാണ്ടർ ഒന്നാമൻ രാജാവ് പാർലമെന്റ് പിരിച്ചുവിടുകയും സ്വേച്ഛാധിപതിയായി ഭരണം തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം രാജ്യത്തിന്റെ പേര് കിങ്ഡം ഓഫ് യുഗോസ്ലാവിയ എന്നാക്കി മാറ്റി. അവിടെയായിരുന്നു യുഗോസ്ലാവിയ എന്ന രാജ്യത്തിന്റെ ഉദയം. രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയും മുസോളിനിയുടെ ഫാസിസ്റ്റ് ഇറ്റലിയും ഹംഗറിയും സ്ലൊവേനിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും വീതിക്കുകയുമായിരുന്നു. പക്ഷേ യുദ്ധത്തിന്റെ അവസാന നാളുകളായപ്പോഴേക്കും മാർഷൽ ടിറ്റോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സൈന്യം സഖ്യകക്ഷികളുടെ സഹായത്തോടെ സ്ലൊവേനിയ ഉൾപ്പെടുന്ന യുഗോസ്ലാവിയൻ പ്രദേശങ്ങൾ മോചിപ്പിച്ചു. പിന്നീട് മാർഷൽ ടിറ്റോയുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാവിയയിൽ അംഗമായി സ്ലൊവേനിയ. 6 അംഗരാഷ്ട്രങ്ങളുള്ള യുഗോസ്ലാവിയൻ റിപ്പബ്ലിക്കിൽ ഏറ്റവും സാമ്പത്തിക വളർച്ച നേടിയത് സ്ലൊവേനിയയായിരുന്നു. 1980-ൽ മാർഷൽ ടിറ്റോയുടെ മരണത്തോടെയാണ് യുഗോസ്ലാവിയയുടെ വിധി മറ്റൊന്നാവുന്നത്. വംശീയമായ മേധാവിത്വത്തിന്റെ പേരിൽ തുടങ്ങിയ തർക്കങ്ങൾ ആ റിപ്പബ്ലിക്കിന്റെ പതനത്തിന് കാരണമായി. യുഗോസ്ലാവിയയുടെ മേധാവിത്വം സെർബുകൾ കൈയടക്കുമെന്ന് വന്ന ഘട്ടത്തിൽ സ്ലൊവേനിയയിൽ സ്വാതന്ത്ര്യ പ്രക്ഷോഭം തുടങ്ങി. ഇതിനിടെ സ്ലൊവേനിയയിൽ നടന്ന ജനഹിത പരിശോധനയിൽ 88% ആളുകളും സ്വതന്ത്ര സ്ലൊവേനിയ വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 1991 ജൂൺ 25-ന് സ്ലൊവേനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. തുടർന്ന് യുഗോസ്ലാവിയൻ പട്ടാളം യുദ്ധത്തിനിറങ്ങിയെങ്കിലും സ്ലൊവേനിയ ചെറുത്തുനിന്നതോടെ 10 ദിവസം കൊണ്ട് പോരാട്ടം നിലച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ 39 പട്ടാളക്കാരെ മാത്രമാണ് സ്ലൊവേനിയയ്ക്ക് നഷ്ടമായത്. ട്രെയിൻ ഇപ്പോൾ യെവ്നിക്ക എന്നൊരു പ്രദേശത്തു കൂടിയാണ് കടന്നുപോകുന്നത്. ഒരു ചരിത്ര നഗരമാണ് യെവ്നിക്ക. സാവ നദിയുടെ കരയിലെ പട്ടണം. സാവ നദിയെ ക്രോസ് ചെയ്യുന്നതോടെ യെവ്നിക്ക പിന്നിലായി. ഇപ്പോൾ പൊഗോണിക് എന്നൊരു പ്രദേശത്ത് എത്തുന്നു. പൊഗോണിക് കടന്ന് സ്കോർണിലോഗിലേക്ക്. മധ്യ സ്ലൊവേനിയയിലെ പ്രമുഖമായൊരു സെറ്റിൽമെന്റാണ് സ്കോർണിലോഗ്. വെങ്കലയുഗത്തിൽ മനുഷ്യവാസമുണ്ടായിരുന്ന പ്രദേശമാണിത്. വെങ്കലം കൊണ്ടുള്ള മഴു, കുന്തം തുടങ്ങിയ ആയുധങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ സ്കോർണിലോഗിൽ നിന്നും ഉത്ഖനനത്തിലൂടെ കണ്ടെടുത്തിരുന്നു. 2 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു സെറ്റിൽമെന്റാണ് സ്കോർണിലോഗ്. ആകെ 135 ആളുകൾ മാത്രം വസിക്കുന്ന ഇടം. ട്രെയിൻ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോംവർക്കും ഓഫീസ് ജോലികളുമെല്ലാം ട്രെയിനിൽ വെച്ച് ചെയ്യുന്നുണ്ട് എൻ്റെ സഹയാത്രികർ. ഇപ്പോൾ ലിറ്റിയ എന്ന സ്ഥലത്തുകൂടിയാണ് കടന്നുപോകുന്നത്. മധ്യ സ്ലൊവേനിയയിലെ താരതമ്യേന വലിയൊരു പട്ടണമാണ് ലിറ്റിയ. 5.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പട്ടണം. 6500 ലിറ്റിയയുടെ ജനസംഖ്യ. പുരാതന കാലത്ത് ലുബ്ലിയാനയ്ക്കും ക്രൊയേഷ്യൻ നഗരങ്ങൾക്കുമിടയിലെ ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രമായിരുന്നു ഇവിടം. ഇവിടെയെല്ലാം ഇന്ന് കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നെന്ന് ഈ കാഴ്ചകൾ വ്യക്തമാക്കി തരുന്നു. വീടുകളുടെ മേൽക്കൂരയിലും നിലത്തുമെല്ലാം പരന്നുകിടക്കുന്ന മഞ്ഞ്. 1000 വർഷം മുൻപ് റോമൻ ഭരണകാലത്തു മുതൽ 1965 വരെയും ഒരു ഖനിപ്രദേശം കൂടിയായിരുന്നു ലിറ്റിയ. ചെമ്പ്, ഉരുക്ക് ഖനികളിൽ തൊഴിൽ തേടിയെത്തിയവരാണ് ആധുനിക ലിറ്റിയ പട്ടണത്തിന്റെ സ്ഥാപകർ. 1849-ൽ ഓസ്ട്രിയൻ സതേൺ റെയിൽവേ യാഥാർത്ഥ്യമായതോടെ വ്യാവസായിക വാണിജ്യ കേന്ദ്രം എന്ന നിലയിൽ ലിറ്റിയയുടെ പ്രാധാന്യം വർദ്ധിക്കുകയായിരുന്നു.
ഇപ്പോൾ സാവ എന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. സാവ നദിയുടെ കരയിലെ ഒരു പട്ടണമാണിത്. നദിയുടെ സാന്നിധ്യം തന്നെയാണ് പട്ടണത്തിനും സാവ എന്ന പേരു ലഭിക്കാൻ കാരണം. സാവ നദീതടത്തിലെ ഒരു സാംസ്കാരിക പ്രദേശം കൂടിയാണിത്. ധാരാളം കലാകാരന്മാർ ഇവിടെ വസിക്കുന്നുണ്ട്. ഇത് മൊസനിക് എന്ന പ്രദേശമാണ്. ലിറ്റിയ പോലൊരു സെറ്റിൽമെന്റാണ് മൊസനിക്കും. 2 ചതുരശ്ര കിലോമീറ്ററാണ് മൊസനിക്കിന്റെ വിസ്തൃതി. ജനസംഖ്യയാകട്ടെ 1000-ൽ താഴെ മാത്രവും. മൊസനിക് കഴിയുന്നതോടെ സഗോറിയെ എന്ന പട്ടണത്തിലേക്ക് എത്തുന്നു. ഇതെല്ലാം സഗോറിയ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായ കെട്ടിടങ്ങളാണ്. ഇതാണ് സ്റ്റേഷന്റെ മെയിൻ ബിൽഡിംഗ്. സഗോറിയയിൽ വണ്ടി നിന്നു. ടൂറിസ്റ്റുകളെ കാത്ത് ബസ്സുകൾ കിടപ്പുണ്ട് ഇവിടെ. സാവ താഴ്വരയിലെ ഒരു പ്രമുഖ പട്ടണമാണ് സഗോറിയെ. 1000 വർഷം മുൻപ് തന്നെ സജീവമായിരുന്ന ഒരു പട്ടണം. സഗോറിയ സ്റ്റേഷനിൽ നിന്ന് നീങ്ങുമ്പോൾ പുറത്ത് ചില ഫാക്ടറികളെല്ലാം കാണാം. മണ്ണിൽ നിന്നും പലവിധ ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന വ്യവസായങ്ങളുടെ കേന്ദ്രമാണിവിടം. 1755-ൽ സഗോറിയയുടെ മലഞ്ചെരിവുകളിൽ കൽക്കരി നിക്ഷേപം കണ്ടെത്തിയതോടെയാണ് ഇവിടം ഒരു വ്യവസായ കേന്ദ്രമായി വളർന്നു തുടങ്ങിയത്. ടെർബോവ്ലിയെ എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടെർബോവ്ലിയെ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാന പട്ടണമാണിത്. പട്ടണത്തിന്റെ പ്രധാന ഭാഗത്തുകൂടിയല്ല റെയിൽപാത കടന്നുപോകുന്നത്. സ്ലൊവേനിയയിലെ ഏറ്റവും വലിയ 9ാമത്തെ നഗരമാണ് ടെർബോവ്ലിയെ. കുന്നുകളും താഴ്വരകളുമുള്ള ഭാഗങ്ങളിലൂടെയാണ് ട്രെയിൻ നീങ്ങുന്നത്. മധ്യ സ്ലൊവേനിയയിലെ ഭൂപ്രകൃതി ഇങ്ങനെയാണ്. സിദാനി മോസ്റ്റ് എന്ന പട്ടണത്തിലെ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുന്നു. ഇവിടെയും വണ്ടി ഒന്ന് നിർത്തുന്നുണ്ട്. ശരിക്കും ഒരു ലോക്കൽ ട്രെയിൻ പോലെ ചെറു സ്റ്റേഷനുകളിലെല്ലാം നിർത്തി ആളെ ഇറക്കിയും കയറ്റിയുമാണ് ഈ ട്രെയിൻ പോകുന്നത്. കാരണം ഇത്തരം പട്ടണങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം ആളുകൾ ലുബ്ലിയാന പട്ടണത്തിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. അവർ വീക്കെൻഡിൽ വീടുകളിലേക്ക് മടങ്ങുന്നത് ഈ ട്രെയിനിലാണ്. അവരൊക്കെ ഇനി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞുള്ള ട്രെയിനുകളിൽ തിരികെ തങ്ങളുടെ തൊഴിലിടങ്ങളിലേക്ക് പോകും. അതാണ് ചെറുപട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ആളുകളുടെ ജീവിത രീതി. സിദാനി മോസ്റ്റ് പട്ടണം പിന്നിടുന്നതോടെ ട്രെയിൻ സവീനിയ എന്ന നദി കുറുകെ കടക്കുന്നു. അതിനുമേലെ നൂറ്റാണ്ടുകൾക്ക് മുൻപെങ്ങോ നിർമ്മിച്ച കല്ലുകൊണ്ടുള്ള ഒരു പാലം കാണാം. 4300 അടി ഉയരമുള്ള ഒരു മലയിൽ നിന്ന് നിപതിക്കുന്ന റിൻക വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സവീനിയ. 102 കിലോമീറ്റർ ഒഴുകി ഒടുവിലത് സാവ നദിയിലാണ് ചെന്നു ചേരുക. സവീനിയ നദിയുടെ തീരത്തുകൂടിയാണ് ഇനി കുറേ ദൂരം ട്രെയിൻ ഓടുന്നത്. ഈ നദിക്കരയിലും ധാരാളം ഫാക്ടറികൾ കാണാം. കേരളത്തിന്റെ 2/3 ഭാഗമേ ഉള്ളൂ ഈ രാജ്യത്തിന്റെ ഭൂവിസ്തൃതി. എന്നാൽ ഈ നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ 2 കിലോമീറ്റർ കൂടുമ്പോഴും ഫാക്ടറികൾ കാണാം. മണ്ണിൽ നിന്ന് ധാതുക്കൾ വേർതിരിക്കുന്നവ മുതൽ സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്നവ വരെയായ ഫാക്ടറികൾ. മലഞ്ചെരിവുകളിൽ ഖനനം നടത്തുന്ന പ്രദേശങ്ങളും കാണാം. ഒരു ഭാഗത്തുകൂടി സവീനിയ നദി ഒഴുകുന്നു. ഇവിടെ കാണുന്ന ഗ്രാമങ്ങളെല്ലാം മനുഷ്യവാസമുണ്ടോ എന്ന് സംശയിച്ചു പോകും വിധം വിജനമായാണ് കിടക്കുന്നത്. മഞ്ഞുകാലത്ത് യൂറോപ്പിലെ ഓരോ ഗ്രാമത്തിൻ്റെയും കാഴ്ച ഇങ്ങനെയാണ്. ആളുകൾ വീടിനകത്തുണ്ടാവാം. അതിൻ്റെ സൂചന പോലെ വീടുകളുടെ ജനാലകളിലൂടെ വെളിച്ചം കാണാം. വെലിക്കോ സിറിയെ എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. മലഞ്ചെരിവിലെ ഒരു സെറ്റിൽമെന്റാണ് വെലിക്കോ സിറിയെ. 250 പേർ മാത്രം വസിക്കുന്ന സെറ്റിൽമെന്റ്. ഇടതുവശത്തുകൂടി സവീനിയ നദി ഒഴുകുന്നു. നദിക്കപ്പുറം മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന ഗ്രാമം. വലിയ മലകളുടെ പ്രദേശമാണ് ഇവിടമെല്ലാം. കുത്തനെയുള്ള മലകൾ. അവയുടെ താഴ്വാരത്താണ് ഓരോ സെറ്റിൽമെന്റും രൂപം കൊണ്ടിരിക്കുന്നത്. ട്രെയിനിലെ യാത്രികർക്കൊന്നും പുറത്തെ കാഴ്ചയിൽ യാതൊരു കൗതുകവുമില്ല. അവർ എല്ലാ ആഴ്ചയിലും ജോലിസ്ഥലത്തേക്ക് പോകുന്നതും വാരാന്ത്യത്തിൽ മടങ്ങുന്നതും ഈ കാഴ്ചകളിലൂടെ തന്നെയാണല്ലോ. റിംസ്കെ ട്രോപ്ലീസ് എന്ന പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. സ്റ്റിറിയ സാംസ്കാരിക മേഖലയുടെ ഭാഗമാണ് റിംസ്കെ ട്രോപ്ലീസ്. വിഖ്യാത സ്ലൊവീൻ കവി ആന്റൺ ആഷ്കർക്കിന്റെ ജന്മദേശം എന്ന നിലയിൽ പ്രശസ്തമാണ് ഇവിടം.
ധാരാളം ചൂട് നീരുറവകൾ ഈ പ്രദേശത്തുണ്ട്. അതിനാൽ 15-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പ്രമുഖമായൊരു ഹെൽത്ത് റിസോർട്ട് കൂടിയാണ് റിംസ്കെ ടോപ്ലേസ്. നിറഞ്ഞൊഴുകുകയാണ് സവീനിയ നദി. ചെറുതും വലുതുമായ ഗ്രാമങ്ങൾ കടന്നുള്ള യാത്ര. ദീർഘദൂരം ഇനിയും നദീതീരത്തുകൂടിയാണ് പോകുന്നത്. പുറത്തെ പൊലിമയില്ലാത്ത നിറം കെട്ട മഞ്ഞുകാലത്തിന്റെ കാഴ്ചകൾ ക്യാമറയിലേക്ക് ഒപ്പിയെടുത്തുകൊണ്ട് പുറത്തേക്ക് കണ്ണും നട്ട് ഞാൻ യാത്ര തുടരുകയാണ്.